എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹോൾഡിംഗ്സിലുള്ള സ്റ്റോക്ക് നമ്മൾ വിൽക്കുമ്പോഴത്തേക്കും CDSL ടിപിനും OTP എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതിന്റെ വാലിഡിറ്റി വരുന്നതും ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ടിപിനും OTP എൻ്റർ ചെയ്ത് കൊടുക്കാതെ തന്നെ നമ്മുടെ ഹോൾഡിംഗ്സിലുള്ള ഒരു സ്റ്റോക്ക് എങ്ങനെ സെല്ല് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. അത് നമ്മൾ DDPI എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ പ്രൊസീജിയറാണ് വരുന്നത്. നമുക്ക് നേരിട്ട് ആ പ്രൊസീജിയറിലേക്ക് പോകാം. ഇപ്പം നമ്മൾ സെറോദ അക്കൗണ്ട് യൂസർ ആണെങ്കിൽ നമ്മൾ കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്ലയന്റ് ID സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മാനേജ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന ബ്ലൂ ചെക്ക് ബോക്സിലെ ആരോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിമാറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എനേബിൾ ഡിമാറ്റ് ഡെപ്റ്റ് ആൻഡ് പ്ലെഡ്ജ് ഇൻസ്ട്രക്ഷൻ എനേബിൾ DDPA എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ കാണാൻ സാധിക്കും. ആ ടേംസ് ആൻഡ് കണ്ടീഷന്റെ 3 ചെക്ക് ബോക്സും സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈനിങ് നൗ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം സെൻഡ് OTP എന്ന് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലുള്ള ചെക്ക് ബോക്സും സെലക്ട് ചെയ്തതിനു ശേഷം വെരിഫൈ OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈനിങ് നൗ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ DDPA എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് സെല്ല് ചെയ്യുമ്പോഴത്തേനും നമുക്ക് OTPയും അതുപോലെ തന്നെ TPനും ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.